നമ്മുടെ കാട്ടാക്കടയാണ് ഈ പ്രാവശ്യത്തെ ഓണം ടോട്ടലി തൂക്കിയത്. ഇത് നമ്മുടെ സ്വന്തം നെയ്യാർ ഡാമാണ്. ഇവിടുത്തെ വിഷ്വൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പരിപാടിയായിരുന്നു. ഇന്നലെ ആയിരുന്നു അതിൻ്റെ അവസാന ദിവസം എന്ന് പറയുന്നത്. നാലാം ഓണത്തിൻ്റെ അന്നായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അതായത് ഇന്നലെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. സംഭവം വെച്ചാൽ ഇവിടുത്തെ പരിപാടി എല്ലാ പ്രാവശ്യം നടക്കുമ്പോൾ ഞാൻ പോകാറുണ്ടായിരുന്നു. ഈ പ്രാവശ്യം കുറച്ച് ഡിലേ ആയെന്ന് മാത്രമാണ്. സംഭവം വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ നെയ്യാർ ഡാം എന്ന് പറയുന്നത്. നമ്മുടെ ഈ കാട്ടാക്കടക്കാർക്ക് പെട്ടെന്ന് ഓടിച്ചല്ല ഒരു ആംബിയൻസ് ആയിട്ടുള്ള ഒരു ഓണപ്പരിപാടി കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ നെയ്യാർ ഡാം എന്ന് പറയുന്നത്. ആസ്യൂഷ്വൽ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ നല്ല രീതിയിൽ ഡാമുകളും കാര്യങ്ങളും തുറന്നു വിട്ട് വിത്ത് ഓൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവനായിരുന്നു അവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഇവൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. ഇവനാണ് മെയിൻ പുള്ളിയായിട്ട്. അവൻ പെമ്പിളടുത്ത് മാത്രമേ ഷേക്കൻഡ് കൊടുക്കാൻ പോയിട്ടുള്ളൂ. പെമ്പിളടുത്ത് മാത്രമേ ഇവൻ കൂടുതൽ സമയം ചിലവഴിക്കുള്ളൂ. ഞാനും എൻ്റെ പയ്യന്മാരും കൂടെ അവിടെ 4-5 പ്രാവശ്യം കിടന്ന് വട്ടം ചുറ്റി ഇവൻ്റെ കൂടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവൻ മാറി തരണില്ല. ലാസ്റ്റ് വന്നിട്ട് അപ്പുറത്തുള്ള ഒരു കൊച്ചു ചെറുക്കനെ ഒന്ന് കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവന് ഭയങ്കര അഹങ്കാരം വന്നേ, അഴുക ചെറുക്കൻ. പിന്നെയാണ് നമ്മുടെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ആ ഒരു ഡ്രാമ, അതിൽ നാടകം, അത്ര നല്ല ജനക്കൂട്ടം ഉണ്ടായിരുന്ന ആ ഒരു നാടകം കാണും. ഞാൻ ഏറ്റവും ബാക്കി ഇരുന്നാണ് അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ 4 ഷട്ടറും തുറന്നിട്ടുള്ള വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ലായിരുന്നു. ഇവിടെ വർഷം കുറച്ചായില്ല, അവിടുത്തെ പൈപ്പ് കുറച്ച് പൊട്ടിയതായിരിക്കും. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നെയ്യാർ ഡാമിൻ്റെ ആ ഒരു ഫ്ലോ നോക്കിയിട്ട് കിടില സാധനമില്ല. എനിക്ക് എന്തായിരുന്നാലും ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു ഈ ഒരു നെയ്യാർ ഡാമിൽ ഈ ഒരു വിസിറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമ്മളെ പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് മെയിൻ ഹൈലൈറ്റ്സ് എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതും കീടിലും വേറെ തന്നെ വൈബ്. ഇതായിരിക്കും കൃഷ്ണനായിരുന്നില്ലേ. ഇതാണ് അവിടുത്തെ ജനക്കൂട്ടം കണ്ടത്. നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നിട്ട് പിന്നെയാണ് ഡാമിൻ്റെ മണ്ടേ കയറി ഒരു വിഷയം എടുത്തത്. ഇതാണ് നമ്മുടെ ഡാമിൻ്റെ അണക്കെട്ട്. ഇത് കാണാൻ ഒരു ഭംഗിയില്ല. ഇപ്പുറത്തെ സൈഡ് കാണിച്ചു തരാം. ഇതാണ് അവിടുത്തെ മെയിൻ സാധനം. ഇത് എൻ്റെ കുറച്ച് പൊടിക്കൈ വിദ്യയിൽ കൂടെ ഞാൻ ഇതിങ്ങനെ ആക്കി എടുത്തു. ഈ പ്രാവശ്യം മിസ്സേയും കുഴപ്പമില്ല. നിങ്ങൾ അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ട് വന്നാൽ മതി.